എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബാത്ത് എന്താണ്? ബാത്ത്, സമജ്, ശരം. ഇത് മൂന്നും എന്താണ്? സ്ത്രീലിംഗമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണ്? ഇത് മൂന്നും ഒരു സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു സ്ത്രീ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. എന്താണ്? ഈ മൂന്ന് വേർഡും സംസാരിക്കുമ്പോൾ. ടീക്കെ. ബാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയാറില്ല. അപ്പം ബാത്ത്, അത് ബാത്ത്. ഓക്കെ. സമജ് മനസ്സിലാക്കുക. ശരം നാണം. ടീക്കെ. നാണം. എന്താണ്? നാണം. അപ്പം എക്സാമ്പിളിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മേരി ബാത്ത് സുനോ. ഈ ബാത്ത് സ്ത്രീലിംഗമാണ്. മൂന്ന് സ്ഥലത്തും ബാത്ത് വരുന്നുണ്ട്. ടീക്കെ. അപ്പം എന്താ ഈ മേരി ബാത്ത് സുനോ? നിങ്ങൾ പഠിച്ചതാണല്ലോ. മേ പ്ലസ് കായാണ് മേര. ടീക്കെ. അതുപോലെ തന്നെ മേ പ്ലസ് കീ ആണ് മേരി. അല്ലേ? മേരി ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഈ അടുത്ത വേർഡ് നോക്കിയിട്ടാണ്. ഈ അടുത്ത വേർഡ് ഇവിടെ എന്താണ്? ബാത്താണ്. ബാത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പോൾ മേരി ബാത്ത് സുനോ. അത് സ്ത്രീ ആയാലും പുരുഷനായാലും സംസാരിക്കുമ്പോഴെങ്ങനെ സംസാരിക്കണം? മേരി ബാത്ത് സുനോ. ഞാൻ പറയുന്നത് കേൾക്കൂ. മേരി ബാത്ത് സുനോ. ടീക്കെ. മേരി ബാത്ത് മാനോ. ഞാൻ പറയുന്നത് ഇതിൽ കൊണ്ടുപോവാ. അതുപോലെ തന്നെ മേരി ബാത്ത് സുനോ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ അർത്ഥം. പക്ഷേ മേരി ബാത്ത് മാനോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അനുസരിക്ക്. ടീക്കെ. ഒന്ന് സുനോ എന്ന് പറഞ്ഞാൽ കേൾക്കൂ, മാനോ എന്ന് പറഞ്ഞാൽ അനുസരിക്കൂ. ടീക്കെ. ഇത് കേൾക്കൂ എന്നാണ് അർത്ഥം. ഓക്കെ. ഇതെന്താണ്? മാനോ എന്ന് പറഞ്ഞാൽ അനുസരിക്കൂ. അപ്പം എന്തായി? മേരി ബാത്ത് സുനോ, മേരി ബാത്ത് മാനോ. വോഹിതോ ബാത്തി. അതായിരുന്നു കാര്യം. തീ വന്നു. ടീക്കെ. അപ്പം എന്താണ്? വോഹിതോ ബാത്ത് തീ. അതായിരുന്നു കാര്യം. അടി കൂടാനുള്ള കാര്യം എന്തായിരുന്നു? അതായിരുന്നു. ടീക്കെ. കാര്യം എന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് എന്താണ്? തീ. വോഹിതോ ബാത്ത് തീ. എന്തോ ഒരു കാര്യം പറയണം. അപ്പം പറഞ്ഞു യാർ വോഹിതോ ബാത്തി. ടീക്കെ. इसलिए तो लड़ाई किया दोनों. इसलिए तो लड़ाई किया दोनों. അപ്പം എന്തായി? വോഹിതോ ബാത്തി. അതായിരുന്നു കാര്യം. തീ വന്നു. ഓക്കെ. എന്തുകൊണ്ട്? ബാത്താണ്. സമജ് മനസ്സിലായോ? മനസ്സിലാക്കുക എന്നാണ്. സമജ്മേ ആന മനസ്സിലാക്കുക. സമജ്മേ ആയ മനസ്സിലായി. തുമേ 100 ബാർ ക്യോം സംജാനി പഠിത്തി ഹെ തുമേ. ടീക്കെ. നിങ്ങളെ 100 പ്രാവശ്യം എന്തിനിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം? 100 പ്രാവശ്യം നിങ്ങളോട് പറയണം. എന്നാലും നിങ്ങൾ പണിയെടുക്കുന്നില്ല. തുമേ 100 ബാർ ക്യോം സംജാനി പഠിത്തി ഹെ. അപ്പം സംജാനി എന്ന് തോന്നും. ടീക്കെ. സംജാന പഠിത്താ ഹെ എന്നല്ല, സംജാനി പഠിത്തി ഹെ. ടീക്കെ. സംജാനി പഠിത്തി ഹെ. നിങ്ങളെ 100 പ്രാവശ്യം ഞാൻ എന്തിന് മനസ്സിലായിപ്പിക്കണം. ശരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാണം. നാണത്തിനാണ് ശരം എന്ന് പറയുന്നത്. ഓക്കെ. മുജെ ശരം ആത്തി ഹെ. എനിക്ക് നാണം വരുന്നു എന്നാണ് അർത്ഥം. ടീക്കെ. എന്താ അർത്ഥം? എനിക്ക് നാണം വരുന്നു. മുജെ ശരം ആത്തി. അതൊരു ജെൻസ് ആയാലും അതുപോലെ തന്നെ ലേഡീസ് ആയാലും എങ്ങനെ സംസാരിക്കും? മുജെ ശരം ആത്തി ഹെ എന്ന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. നിങ്ങൾ പുതിയ ക്ലാസ്സുകൾ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് അത്യാവശ്യമാണ് ഇനി അങ്ങോട്ട് ക്ലാസ് ചെയ്യണമെങ്കിൽ. ഓക്കെ. ശരം എന്ന് പറഞ്ഞാൽ നാണം. മുझे ശരം ആത്തി ഹെ. എനിക്ക് നാണം വരുന്നു. ക്യാ തുമേ ശരം നെഹി ആത്തി? ക്യാ വന്നില്ലേ? ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ക്യാ തുമേ ശരം നെഹി ആത്തി? എന്താണ്? നിങ്ങൾക്ക് നാണമില്ലേ? എനിക്കില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മലയാളത്തിൽ ചോദിക്കാറില്ലേ? അതെങ്ങനെ ചോദിക്കും നമ്മൾ? ക്യാ തുമേ ശരം നെഹി ആത്തി? ക്യാ തുമേ ശരം നെഹി ആത്തി? നിങ്ങൾക്ക് നാണമില്ലേ? ക്യാ ആപ്കോ ശരം നെഹി ആത്തി? താങ്കൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കാം. ടീക്കെ. ശരം ആനി ചെയ്യേ. ശരം ആനാ ചെയ്യല്ല, ശരം ആന ചെയ്യേ. കുറച്ചെങ്കിലും നാണം വേണം എന്ന് പറയില്ലേ? കുറച്ചെങ്കിലും നാണം വേണം. അങ്ങനെ കുറച്ചെങ്കിലും നാണം വേണം. അപ്പം എന്തായി? ശരം ആനി ചെയ്യല്ല, ആനി ചെയ്യേ. ടീക്കെ. അപ്പം നമ്മളിന്ന് 3 വേർഡ് പഠിച്ചു. 3 വേർഡ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവമാണ് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയി അല്ലേ? ഈ 3 വേർഡും പഠിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.